ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഒട്ടും പ്ലാൻഡ് അല്ലാതെ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണിത്. നമ്മളിന്ന് ഗ്രോസറി വാങ്ങാൻ വേണ്ടി ഇറങ്ങിയത്. നമ്മൾ വീക്കെൻഡ്സിലാണ് ഗ്രോസറി വാങ്ങാറ്. പക്ഷേ ഇന്ന് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ സ്നോ സ്റ്റോം വാർണിംഗ് ആണ്. നമ്മൾ ഗ്രോസറി വാങ്ങി വെക്കാനും മറന്നുപോയി. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ സ്നോ കണ്ടപ്പോഴത്തേക്കും ചുമ്മാ റെക്കോർഡ് ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെ പെട്ടെന്ന് എടുത്തൊരു വ്ളോഗാണിത്. നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല സ്നോ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കാറ് ഞങ്ങളുടെ കൈ വിട്ട് എങ്ങോട്ടൊക്കെയോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവർക്ക് എന്താണ് പറയാനുള്ളത്? കൺവീല് വരെ മരവിച്ചെന്റെ ആദ്യമായിട്ടാ കൺവീല് മരവിക്കുന്ന അല്ലേ? എടാ നിന്റെ തൊപ്പി ഫുള്ള് മഞ്ഞ, അത് കൊട്ടിട്ട് വെക്കായിരുന്നു കേട്ടാ. അത് ഫുള്ള് ഇങ്ങനെ മഞ്ഞ് പിടിച്ചിരിക്കുക. നോക്ക്, മഞ്ഞ് കോരുന്ന വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാര പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമില്ല, അവര് കോരുന്നതിനെക്കാട്ടി സ്പീഡിൽ മഞ്ഞ് വന്ന് നിറഞ്ഞോണ്ടിരിക്കുക. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന് വൈപ്പർ ഇടാവോ? പക്ഷെ വീഡിയോയ്ക്കകത്ത് എന്തോരം അറിയാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ വീഡിയോയിൽ ഒരു പൊതു പോലെ കാണുന്നുള്ളു. പക്ഷെ സ്ക്രീനിൽ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്ന കാരണമെന്ന് തോന്നുന്നു അല്ലേ? കറക്റ്റാ. അങ്ങോട്ട് തന്നെ പോവാ അല്ലേ? പക്ഷേ വണ്ടികളുടെ എണ്ണം കുറവായത് കാരണം പ്രശ്നമില്ല. പക്ഷെ ഇങ്ങോട്ടൊക്കെ എത്തിയപ്പോ കുറച്ച് വണ്ടിയുണ്ട് കേട്ടാ. ഞങ്ങളെ പോലെ ഭ്രാന്ത് പിടിച്ച കുറച്ച് ആൾക്കാർ. ബോക്സിംഗ് ഡേയാ, ഹോളിഡേ, അത് കാരണം സ്നോ വരാനൊന്നും ആരുമില്ല റോഡിൽ നിന്ന്. സ്നോ വരാനൊന്നും ആരുമില്ല റോഡിൽ നിന്ന്. അപ്പം ആൾക്കാർക്കൊക്കെ ആകെപ്പാടെ ഒരു ദിവസം അവധി കിട്ടുന്ന ഒരു ദിവസമായിരുന്നു. അത് പോയി കിട്ടി. വീട്ടിൽ ഇരിക്കാൻ താല്പര്യമുള്ളവർക്ക് സുഖമാണ്, എങ്ങും പോകണ്ട, വീട്ടിൽ തന്നെ ഇരിക്കാം. പക്ഷെ ഞങ്ങളെ പോലെ വീട്ടിൽ ഇരിക്കാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് പെടും. അത് കുതിന്നല്ലേ? ഞാൻ ഇതിന്റെ ക്യാപ്പിട്ട കാരണം എന്റെ ക്യാപ്പിറ്റൊന്നും പറ്റില്ല. ഇങ്ങനെയൊക്കെയോ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളിറങ്ങി. ഞാൻ ഫ്രണ്ടി നല്ല നടക്ക്. സത്യന്റെ ഏലിയനാ. ഞാൻ റോഡിൽ കൂടെ നടക്കാം. അതാ ഗുഡ്. ഇവിടെ സ്നോ റിമൂവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അത്ര പ്രശ്നമല്ല. നമ്മുടെ വീടിന്റെ അവിടെയൊക്കെയാണ് പ്രശ്നം. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ അകത്ത് കയറി. ഇനി നമുക്ക് കാർഡ് സ്കാൻ ചെയ്ത് കോസ്കോൻ്റെ ഉള്ളിലേക്ക് കയറാം. ഒട്ടും തിരക്കില്ലായിരുന്നു ഇന്ന്, കാരണം സ്നോ ആയത് കാരണം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചൈനക്കാരി അമ്മൂമ്മ അവരുടെ കാറിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സ്പീഡിൽ ഓടിയതാണ്. കാറെടുത്ത് ഒറ്റ തള്ളു. എൻ്റെ ബാക്കി ഒന്ന് ഒറ്റയിടി. മൊത്തം ഒന്ന് ദുരന്തമാണ്. കാട്ടുതള്ളി നിന്ന് പോയി. ആ അമ്മച്ചിനെ ഞാൻ വലിച്ചു കയറ്റി രക്ഷിച്ച്. അപ്പൊ അവര് പറഞ്ഞ് വലിച്ചു കയറ്റിയിട്ടും കാര്യമില്ല, സ്റ്റക്കായി പോവാ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഹസ്ബൻഡ് ഈ കാർ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞു പോയിന്ന്. കാറിട്ട് തള്ളിക്കൊണ്ട് വരുന്നവരുടെ കഷ്ടത അല്ലേ? എങ്ങനെയൊക്കെയോ കോസ്കോന്ന് ഇറങ്ങി. ഒരു രക്ഷയില്ല. ദുരന്തം. മറ്റേ ട്രാപ്പിലൊക്കെ പെട്ടു വന്നല്ലേ? വേറെ ഏതോ യൂണിവേഴ്സിറ്റി മഞ്ഞ്. കണ്ണു പോലും തുറക്കാൻ പറ്റില്ല. ഞാൻ ഇത്ര ഇട്ടിട്ട് പോലും കണ്ണു തുറക്കാൻ പറ്റത്തില്ല. കണ്ണിലേക്ക് ഓരോ തുള്ളി വീഴുമ്പോഴും ജീവ പോകുന്ന വേദന. ഫോട്ടോയിൽ എത്ര ഉണ്ടാവും അറിയില്ല, വീഡിയോയില്. പക്ഷെ ൂമച്ചായിട്ട് വിട്ടോണ്ടിരിക്കുക അല്ലേ? ഒരു 2 മിനിറ്റ് നീ ഒന്ന് ഗ്ലാസ് വൈപ്പർ ഇടാതിരുന്നാ ഒന്നും കാണാൻ പറ്റത്തില്ല. അത്രയ്ക്കോ എല്ലാവരും പുകമയാണ്. ഞാൻ ആദ്യമായിട്ടാ കാനഡ വന്നിട്ട് മര്യാദക്ക് ജാക്കറ്റ് പുറത്തു വന്ന.
പോകുന്ന വഴിയിലെല്ലാം ഓരോ വണ്ടികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കായി മഞ്ഞിൽ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ഇന്നിവിടെ ബോക്സിംഗ് ഡേ ആയിരുന്നു. അപ്പം എല്ലാവരും ആറ്റുനോറ്റ് ഇരിക്കുന്നൊരു ബോക്സിംഗ് ഡേ ആണ്. കാരണം എപ്പോഴും സെയിലും അതും ഇതൊക്കെ വരുന്ന ഡേ ആണ്. അപ്പോൾ ഇത്രയും എക്സ്ട്രീം മഞ്ഞ് ആരും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അത് കാരണം എന്താ നോക്കിക്കുക, റോഡിൽ ഫുള്ള് കാറുകളൊക്കെ സ്റ്റക്കായി കിടക്കുക. നമുക്കിപ്പോൾ വാൾമാർട്ടിലേക്കും കൂടെ പോകണം. അപ്പോൾ വാൾമാർട്ടിൽ പോകുന്ന വഴിക്ക് ഫുൾ വണ്ടികൾ സ്റ്റക്കാണ്. കാരണം അവിടെ ഒന്നും സ്നോ ഒന്നും അത്രയും ക്ലിയർ ആക്കിയിട്ടില്ല. ഇപ്പം നമ്മൾ വാൾമാർട്ടിൽ വന്ന്, കാരണം കോസ്കോയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടിയില്ല. അപ്പം അതെടുക്കാൻ വേണ്ടി വാൾമാർട്ടിൽ വന്നു. പക്ഷേ വാൾമാർട്ടിൽ വന്നിട്ടും കാറൊന്നും പാർക്കാൻ പറ്റുന്നില്ല. ഇവിടെ ആരും സ്നോ ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല. സാധാരണ ഇങ്ങനത്തെ ലോണിനൊക്കെ വന്ന ആൾക്കാർ വന്ന് സ്നോ റിമൂവ് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ സ്നോ റിമൂവ് ചെയ്തിട്ടില്ല. കണ്ട സ്നോ റിമൂവ് ചെയ്യാത്ത കാരണം ആൾക്കാർക്ക് കാർട്ട് പുറത്തേക്ക് തള്ളി ഇറക്കാൻ കൂടെ പറ്റുന്നില്ല. കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ വലിച്ച് കൂട്ടി കൊണ്ടുപോകൊണ്ടിരിക്കുക. ഇതുവരെ സാധനവുമായി വരുന്ന എൻ്റെ ഭർത്താവ് പാവം പെങ്കിന് പോലെ നടന്നു വരിക. പക്ഷെ ഇതൊരു വേറെ തന്നെ ഒരു ഒന്നാണ്. വണ്ടിയുടെ ടയർ ഊരിപ്പോയാ, ടയർ കിടക്കുന്ന റോഡില്. പക്ഷെ ഇത് വേറെ തന്നെ ഒരു വൈബ് ഉണ്ട് കേട്ടാ. ഓടിക്കുമ്പോ അറിയാം വണ്ടിയുടെ പാണിക്കുറ്റം തീരുവേ. എനിക്കിരുന്ന് വീഡിയോ എടുത്താൽ തീരുമായിരുന്നു. അയ്യോ, പക്ഷെ ഇവിടെ നമ്മള് അങ്ങോട്ട് പോയപ്പോ നമ്മള് കോസ്കോയിൽ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഈ റോഡ് റിമൂവ് ആക്കിയതാ. റിമൂവ് ആക്കിയതാ. നമ്മള് കണ്ടല്ലോ ഒരു JCB. അവരുടെ ഇത് മാത്രം റിമൂവ് ആക്കിയത് അല്ല. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ ഈ റോഡ് റിമൂവ് ആക്കുന്ന നമ്മള് കണ്ടില്ലായിരുന്നാ? ഇല്ലേ, റോഡ് സ്നോ റിമൂവ് വണ്ടിയാണെങ്കിൽ ഇതിപ്പോ മൊത്തം ക്ലിയർ ആവും. പക്ഷേ ഇത് എപ്പോഴോ റിമൂവ് ആക്കിയിട്ടുണ്ട്. കാരണം ഇത്ര അല്ല വരേണ്ടത്. കാരണം സൈഡിൽ നോക്കിക്കുക, ഇതിന്റെ ഇരട്ടി ഉണ്ടല്ലോ. റിമൂവ് ആക്കിയിട്ടുണ്ട്, ആക്കാതിരുന്നിട്ടൊന്നുമില്ല. വന്നാൽ തന്നെ എങ്ങനെ തിരിച്ച് സേഫ് ആയിട്ട് വീട്ടിൽ എത്തും എന്നുള്ളൊരു പേടിയായിരിക്കും. കാരണം ഫുൾ മഞ്ഞ് സ്റ്റക്ക്. അതെ, ഒരു ലോറിയുടെ വീല് കിടന്ന് കറങ്ങുക. ഇതിന് എങ്ങനെ കയറി പോവല്ലോ മഞ്ഞി കടന്ന്. മൊത്തം കഷ്ടപ്പാടാണ് ഇവിടെ. മഞ്ഞൊഴിച്ചത് ഈ നാട് അടിപൊളിയാ. പക്ഷെ എന്ത് ചെയ്യാനാ, മഞ്ഞൊഴിച്ച് വെക്കാൻ പറ്റത്തില്ല. അവിടെ അടുത്ത കാറ് സ്റ്റക്കായി കിടക്കുക, ഒരു വൈറ്റ് കാറ്. അവിടെ ഇത്തിരി അൺസേഫാ. കാരണം മഞ്ഞ് വാരിയിട്ടേ ഇല്ല. നമ്മള് കുറച്ച് സ്ലോ ആയിട്ട് പോയാൽ മതി കേട്ടോ. പേടിയാവുന്നുണ്ട്. ഇവിടെയൊക്കെ സ്നോ റിമൂവ് ചെയ്ത് ഇപ്പം ഓക്കെ ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഡ്രൈവർ, താങ്കളുടെ അഭിപ്രായം എന്താണ് കാനഡയെ പറ്റി? ഇതെല്ലാം വിന്ററിൽ അനുഭവിക്കുന്നത് ഈ സംഭവം. ഇതൊരു വല്ലപ്പോഴൊക്കെ ഉള്ളു കേട്ടോ. ഇങ്ങനെ നിനക്ക് കണ്ണു കാണാവോ? ഒരു ഊഹം വെച്ച് ഓടിക്കും. ഇതൊക്കെ മൊത്തം പോകാ അല്ലേ? ഇതില് ഇടയ്ക്ക് റോഡിന്റെ കറുപ്പ് എവിടെയോ കാണുന്നുണ്ട്. അതിലെ കൂടെ പോകും. ഇതിന്റെ ഒരു സൈഡിലേ ഭയങ്കരമായിട്ട് മഞ്ഞ് മാറി കിടപ്പുണ്ട്. ഒരു വീല് ഞാൻ അതേ പിടിച്ചു പോവുക. ഞാൻ കണ്ണു ഇങ്ങനെ കാണാം റോഡിന്റെ അടിഭാഗം കുറച്ച്. എന്നാലും ആ ടയർ പോയ വണ്ടി ഏതായിരിക്കും? അതാരെങ്കിലും ഒരു കളത്തായിരിക്കണം. ലോറിയുടെ അങ്ങനെ പോവല്ലോ, നമ്മുടെ ഈ കട്ടയിടുന്ന സാധനല്ലേ. അങ്ങോട്ടുള്ള റോഡ് ക്ലിയർ ചെയ്തിട്ടില്ല. അങ്ങോട്ടൊക്കെ മഞ്ഞ് കുമ്മം കൂടി കിടക്കാണ്. ഈ റോഡ് ഗുഡാണ് അല്ലേ? മൈ ഗോഡ്. ഞങ്ങളുടെ വീടിന്റെ വാതിക്കല എല്ലാരും മഞ്ഞ് കുത്തിക്കൊണ്ടിരിക്കുക ഗൈസ്. കണ്ട അമ്മച്ചൊക്കെ കുത്തി എറിയുന്നു. ഇപ്പോൾ മുകളിലോട്ടൊക്കെ വാരി എറിയുന്നു. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ വീട്ടിൽ റീച്ചായി. ഈ അവനകത്ത് സാധനങ്ങൾ എടുക്കാൻ കവറെടുക്കാൻ പോയി. ഞാനും കൂടെ പുറത്തിറങ്ങി സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം, എന്നിട്ട് ഉള്ളിലേക്ക് പോകാം. വേറെ ഒന്നും ഈ വീഡിയോ കാണിക്കാനില്ല, മൊത്തം മഞ്ഞും ഇതും മാത്രമേ ഉള്ളൂ. ഞാനും കൂടെ പോയി ഹെൽപ്പ് ചെയ്തിട്ട് വരാം. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്, ബൈ. ഇപ്പോഴും ഇല്ല പെയ്തോണ്ടിരിക്കുക, കണ്ണ് തുറക്കാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും പ്രശ്നം. നമുക്ക് സാധനങ്ങൾ എടുക്കണം വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന്. ഒരു കവർ എടുത്തോളാം. എവിടെയും കൂടെ ഇതരട്ടെ.
ഞാൻ പിടിക്കാം, അതുകൊണ്ട് കൊണ്ടോ, ഞാൻ അതോട് കൊണ്ടുപോവാം. വെയിറ്റ് ഉണ്ടോ അതിന്? അത്യാവശ്യം ഞാൻ അത് കൊണ്ടുപോട്ടെ. സൂക്ഷിച്ചു പോണേ, ഞാൻ നന്നായിട്ട് തെങ്ങി ഞാനേ. ആണോ? ഇവിടെ ഫുള്ള് സ്നോയായി, ഒരു രക്ഷയില്ല മൊത്തം. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് തന്നെ എനിക്കറിയത്തില്ല. ഭയങ്കര സ്നോ, നമുക്ക് ഇങ്ങനെ ഒന്നും നിൽക്കാനേ പറ്റത്തില്ല. കണ്ണൊക്കെ ഫുള്ള് അങ്ങനെ സ്നോയായി. ഇത്രയും സ്നോ കണ്ടപ്പോൾ വെറുതെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് എടുത്തൊരു വീഡിയോ ആയത്. വീഡിയോ ഓണാണോന്ന് തന്നെ എനിക്ക് അറിയത്തില്ല. എൻ്റെ കൈ അത്രയ്ക്ക് മരവിച്ച്. വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒന്നുമല്ല സ്നോ. നീ ഫ്രണ്ട് എനിക്ക് നയിച്ചതാണ്, ഞാൻ പുറകെ വരാം. ലിറ്ററലി ഗൈസ് നടക്കാൻ പറ്റുന്നില്ല. ഇതുകൊണ്ടോ ഒന്നുമില്ല, പൊക്കോ, ഞാൻ സേഫാ. നടന്നു വന്നാ നോക്ക്. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ സേഫായിട്ട് വീട്ടിലെത്തി. ഇപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഇന്നത്തെ. മഞ്ഞ് കാരണം നമുക്ക് ഇറങ്ങാനേ പറ്റുന്നില്ല. അപ്പോൾ അത്രയുള്ള ഗൈസ് ഈ വീഡിയോ. ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ ബൈ.